ഇന്നൊരു പാക്കിംഗ് വീഡിയോ ആണ്. ഇന്നലെ മൊത്തം ഹോസ്പിറ്റലിലായതുകൊണ്ട് എനിക്ക് ഒന്നും എടുത്തു വെക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ ഒരു 12 മണിയായപ്പോഴത്തേക്ക് ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത് പാക്ക് ചെയ്യാനായിട്ട് അങ്ങ് ഇരുന്നത്. കാരണം ഇന്ന് വൈകിട്ടാണ് ട്രെയിൻ. അവിടെ കിട്ടുന്ന എല്ലാ സാധനങ്ങളും തന്നെ ഞാൻ ഇവിടുന്ന് ചുമന്നുകൊണ്ട് പോകുന്നു. ഇവിടുന്ന് ഇതെല്ലാം കൊണ്ടുപോകുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അതെനിക്കറിയത്തില്ല. തിരിച്ച് നാട്ടിലേക്ക് ലീവിന് വരുന്നിടം വരെ കഴിക്കാനുള്ള എല്ലാ സാധനങ്ങളുമായിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഇങ്ങോട്ട് എത്ര കഷ്ടപ്പെട്ട് വരാനും നമുക്ക് പറ്റും, ബട്ട് അങ്ങോട്ട് എത്ര സുഖത്തിൽ പോയാലും നമുക്കൊരു സന്തോഷം കിട്ടത്തില്ല. ഞാൻ ഒരു മാസം മുന്നെയാണ് ലീവിന് വന്നിട്ട് പോയതെങ്കിലും ഇപ്പോൾ പോകാൻ എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ പോകാൻ പറ്റത്തില്ലെന്ന് വീട്ടിൽ പറയാൻ പറ്റത്തില്ല. കാരണം ഇത് എൻ്റെ മാത്രം തീരുമാനമായിരുന്നു. ഓണത്തിന് ഇനി ലീവിന് വരാൻ പറ്റുമെന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഈ വട്ടം വന്നപ്പോൾ 15 ദിവസത്തിൽ ആവശ്യമായിട്ടുള്ള ലീവ് എടുത്താണ് ഞാൻ വന്നത്. അതുകൊണ്ട് തന്നെ നല്ല അറ്റൻഡൻസ് ഷോർട്ടേജും ഉണ്ട്. എല്ലാവർക്കും നാട്ടിൽ നിന്ന് പഠിക്കാൻ ആഗ്രഹം ഉള്ളതുപോലെ തന്നെ എനിക്കും അതുണ്ടായിരുന്നു. ബട്ട് എൻ്റെ സാഹചര്യം എന്നെ കൊണ്ട് അത് സമ്മതിച്ചില്ല. പാക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ നേരം അമ്മ രാവിലത്തെ ഫുഡ് കഴിക്കാൻ വിളിച്ചു. രാവിലത്തെ ഫുഡ് ഉച്ചയ്ക്കാണ് കഴിക്കുന്നത്. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ലീവിൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലാത്തതുകൊണ്ട് ഞാൻ ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ഞാൻ ഇപ്പോഴേ കൊണ്ടുപോകാണ്. എന്നെ പോലുള്ള കുറേ പേരോട് ഇഷ്ടപ്പെട്ടു ബാംഗ്ലൂർ പോയി കഷ്ടപ്പെട്ട് അവിടെ നിൽക്കുന്ന കുറെ ആൾക്കാർ. എന്ത് ചെയ്യാനാ, 3 വർഷം പിടിച്ച് നിന്നേ പറ്റത്തുള്ളൂ. കാര്യം ഇതൊരു കരിയറായി പോയില്ലേ. നമ്മുടെ ജീവിതത്തെ സുഖങ്ങൾ മാത്രം അനുഭവിച്ചാൽ പോരാലോ. കഷ്ടപ്പാടും ഒറ്റയ്ക്ക് നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസും എല്ലാം നമ്മൾ പഠിക്കണം. കുറേ നല്ല ഫ്രണ്ട്സ് കാണും, കുറേ ഫേക്ക് ഫ്രണ്ട്സ് കാണും, കുറേ സ്നേക്ക് ഫ്രണ്ട്സ് കാണും. അങ്ങനെ കുറേ ആൾക്കാർ നമുക്ക് പരിചയപ്പെടുമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ മാറി നിന്നേ പറ്റത്തുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് സ്ട്രോങ് ആവാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ആ കംഫർട്ട് സോൺ വിട്ട് നമ്മൾ വെളിയിൽ പോകത്തില്ല. എല്ലാ കാലത്തും നമ്മുടെ പാരൻസിൻ്റെ കൂടെ നമുക്ക് കംഫർട്ടായിട്ട് നിൽക്കാൻ പറ്റണമെന്നില്ല. ഒറ്റയ്ക്കൊരു സാഹചര്യം